ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൻ്റെ കാര്യവും കർവ് റെസിസ്റ്റൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ. ഇനി നമുക്ക് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൽ നിന്നും പിന്നെന്താണ് കർവ് റെസിസ്റ്റൻസിൽ നിന്നുമുള്ള പ്രോബ്ലങ്ങളൊക്കെ നോക്കാം കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് പ്രോബ്ലം നോക്കി. ഫൈൻഡ് ദ മിനിമം സെറ്റ് ബാക്ക്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട മിനിമം സെറ്റ് ബാക്ക് എം ആണ്. ഫ്രം ദ ബിൽഡിംഗ് ടു സെൻറ്റർ ലൈൻ ഓഫ് റോഡ്. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടുന്ന് ആ റോഡിന്റെ സെൻറ്റർ ലൈനിലോട്ടുള്ള സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇഫ് ദ റേഡിയസ് ഓഫ് സെൻറ്റർ ലൈൻ ഓഫ് റോഡ് ഈസ് r ഈസ് ഈക്വൽ ടു 600 മീറ്റർ ആൻഡ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 200 മീറ്റർ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഏത് ഫോമുല യൂസ് ചെയ്ത് നോക്കാം? നമ്മൾ പഠിച്ച അപ്രോക്സിമേറ്റ് ഫോമുല യൂസ് ചെയ്ത് നോക്കാം. അപ്രോക്സിമേറ്റ് ഫോമുല അനുസരിച്ച് എം ഈസ് ഈക്വൽ ടു എത്രയാണ്? എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8r ഉണ്ടായിരുന്നു. എം ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു 2s മൈനസ് എൽ ഡിവൈഡഡ് ബൈ 8r ഉണ്ടായിരുന്നു. ഇത് ഏത് വരും? ഈ കണ്ടീഷൻ വരുമ്പോഴായിരുന്നു നമ്മുടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സൈഡ് ഡിസ്റ്റൻസ് ലെസ് ദാൻ എൽ അല്ലെങ്കിൽ എൽ ഗ്രേറ്റർ ദാൻ എസും ഇതെന്തായിരുന്നു? ഇതെന്ന് പറയുന്നത് എൽ ലെസ് ദാൻ എസും വരുമ്പോഴുള്ള കേസാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്ക്, ഇവിടെ എല്ലിനെ എസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് വേറെ ഒരു കാര്യങ്ങളും പറയുന്നില്ല, നമുക്ക് ആറും എസും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ് ഫോമുല ഫസ്റ്റ് എൽ ഗ്രേറ്റർ ദാൻ എസ് ആണെന്നുള്ള അസംഷനിൽ നമുക്ക് പോവാം. എം ഈസിക്കൽ ടു എത്ര വരും? എസ് സ്ക്വയർ ബൈ 8r. എസ് ഇവിടെ എത്ര ഉണ്ട്? 200 into 200 divided by 8 into r എന്ന് പറയുന്നത് 600. അപ്പോൾ ക്യാൻസൽ ചെയ്ത് നോക്കിയേ എത്ര വരും? 400 divided by എത്ര വരും? 8 into 6 എന്ന് വരും. അപ്പോൾ 50 by 6 എന്ന് വരുമ്പം എത്ര വരും? ഓക്കെ, 8.33 എന്ന് ആൻസർ വരും. നമുക്ക് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ, ഉണ്ട്. 8.33 ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കിയേ, കാൽക്കുലേറ്റ് ദ സെറ്റ് ബാക്ക് ഫ്രം ആൻ ഒബ്സ്ട്രക്ഷൻ ടു സെന്റർ ലൈൻ ഓഫ് റോഡ്. അപ്പൊ അടുത്തത് നമുക്ക് സെറ്റ് ബാക്ക് കണ്ടുപിടിക്കേണ്ടത്. എവിടം തൊട്ട് എവിടം വരെയുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ തൊട്ടിട്ട് റോഡിന്റെ സെന്റർ ലൈൻ വരെയുള്ള സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. If the radius of center line of road is 450 meter, റേഡിയസ് തന്നിട്ടുണ്ട് 450 മീറ്റർ ആണ്. ആൻഡ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് 300 മീറ്റർ. എസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 300 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ലെങ്ത് ഓഫ് കർവ് ഈസ് 200 മീറ്റർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം തന്നപ്പോൾ നമുക്ക് ആരെ കമ്പയർ ചെയ്യാം? എല്ലും എസും തന്നാൽ എല്ലിനെ എസിനെ കമ്പയർ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എസ് എന്താണ്? ഗ്രേറ്റർ ദാൻ ലെങ്ത് എല്ലാണ് അല്ലേ. ഇവിടെ ലെങ്ത് കുറവാണ്. എസ് ഗ്രേറ്റർ ദാൻ ലെങ്ത് എല്ലും വരുമ്പോൾ നമ്മുടെ അപ്രോക്സിമേറ്റ് ഫോമുല എങ്ങനായിരുന്നു? എൽ ഇൻറ്റു 2s മൈനസ് എൽ ഡിവൈഡഡ് ബൈ 8r ആയിരുന്നു അല്ലേ. അപ്പൊ എങ്ങനെ സോൾവ് ചെയ്ത് നോക്കി? എൽ ഇൻറ്റു 2s മൈനസ് എൽ ഡിവൈഡഡ് ബൈ 8r. എൽ എത്ര വരും? 200 ഇൻറ്റു 2 ഇൻറ്റു 300 മൈനസ് എൽ എത്ര? പിന്നെയും 200 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു r എന്ന് പറയുമ്പോൾ 450. അപ്പം 200 ഇൻറ്റു 600 മൈനസ് 200 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 450. അപ്പോൾ എത്ര വരും? 200 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 450 എന്ന് വരും. അപ്പോൾ ഇത് എത്ര വരും? 50 വരും അല്ലേ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ 9 വരും. അപ്പോൾ അറൗണ്ട് 200 ബൈ 9 ആണ് നമ്മുടെ ആൻസർ. അതായത് എത്ര വരും? 22.22 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ തന്നേക്കുന്നത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നേക്കുന്നത്. നമുക്ക് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇവിടെ OSD ഒന്നും എടുക്കണം. നമ്മൾ അത് OSD ആണെങ്കിലും ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഏത് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിലും എസ് ആയിട്ട് എടുത്താൽ മതി. എസ് ഈസ് ഈക്വൽ ടു 225 മീറ്റർ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് ഈസ് ഈക്വൽ ടു 350 മീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് കർവ് എത്രയാണ്? 175 മീറ്റർ. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ലൈൻ ഓഫ് റോഡ്, റോഡിന്റെ സെന്റർ ലൈൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ലൈൻ ഓഫ് റോഡ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ ഓൺ ഇന്നർ സൈഡ് ഓഫ് കർവ് ഫോർ സേഫ് ഓവർടേക്കിംഗ് ഈസ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. സേഫ് ആയിട്ട് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ സെന്റർ ലൈൻ ഓഫ് റോഡും എന്താണ് ഇന്നർ സൈഡ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ലൈൻ ഓഫ് റോഡ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ ഓൺ ഇന്നർ സൈഡ് ഓഫ് കർവ് എത്രയാണ് നമ്മുടെ എന്താണ് അതെന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്. ഓക്കെ, സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് അത് ചോദിച്ചേക്കുന്നത്. അപ്പം സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ലെങ്ത് ഓഫ് കർവും സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ലെങ്ത് ഓഫ് കർവ് ആണ്. ലെങ്ത് ഓഫ് കർവ് ഇവിടെ കുറവാണ്. അപ്പം നമ്മുടെ എമ്മിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? അപ്രോക്സിമേറ്റ് ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. എന്തായിരുന്നു? സോറി,
അപ്രോക്സിമേറ്റ് ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് ലെങ്ത് കുറവാകുമ്പം L ഇൻറ്റു 2s മൈനസ് L ഡിവൈഡഡ് ബൈ 8R അല്ലേ? അതല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പം നോക്കിക്കേ, L എത്ര വന്നു? L എന്ന് പറയുന്നത് 175. 175 ഇൻറ്റു 2 ഇൻറ്റു എസ്. എസ് എത്ര? 225. 225 മൈനസ് എന്താണ് അടുത്തത്? L ഇൻറ്റു 2s മൈനസ് L അല്ലേ? അപ്പം L എത്ര വരും? 175 ഡിവൈഡഡ് ബൈ 8R ആയിരുന്നു അല്ലേ? അപ്പം എന്താ? 8 ഇൻറ്റു റേഡിയസ് 350. ഓക്കെ, അപ്പോൾ 175 ഇൻറ്റു ഇത് 450 അറൗണ്ട് വരും. 450 മൈനസ് 175 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 350 ചെയ്ത് നോക്കണം. ഓക്കെ, ചെയ്ത് നോക്കാമല്ലോ. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 17.18 മീറ്റേഴ്സ് എന്നാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ എ ആണ്, 17.18 മീറ്റേഴ്സ്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കിയേ. സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്? ടു കോമ്പൻസേറ്റ് ഫോർ വിസിബിലിറ്റി. കറക്റ്റ് അല്ലേ? നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് കൊടുക്കുന്നത്. അടുത്ത എന്താ? പ്രൊവൈഡഡ് ഓൺ ഹെയർ പിൻ ബെൻഡ് ഒള്ളി. ഹെയർ പിൻ ബെൻഡിൽ മാത്രമാണോ? എല്ലാ ഹൊറിസോണ്ടൽ കർവുകളിലും കൊടുക്കും. പിന്നെന്താ? എസെൻഷ്യലി റിക്വയർഡ് ഓൺ സ്റ്റീപ്പ് സ്ലോപ്പ്. സ്റ്റീപ്പ് സ്ലോപ്പിലാണോ? അല്ല, ഹൊറിസോണ്ടൽ കർവുകൾ നമ്മൾ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തെന്താ? എ പാർട്ട് ഓഫ് ട്രാൻസിഷൻ കർവ്. അത് നമ്മൾ പഠിച്ചിട്ടില്ല. അതൊരു പാർട്ട് ഓഫ് ട്രാൻസിഷൻ കർവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെന്താണ്? സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നത് ടു കോമ്പൻസേറ്റ് ഫോർ വിസിബിലിറ്റി. വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കിയേ. അസ്യൂമിങ് സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ടു ബി 80 മീറ്റർ. എസ് തന്നേക്കുവാണ് 80 മീറ്റർ ഓൺ എ ഫ്ലാറ്റ് ഹൈവേ സെക്ഷൻ ആൻഡ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഓഫ് 10 മീറ്റർ. എന്താണ്? എം തന്നിട്ടുണ്ട് 10 മീറ്റർ. വാട്ട് വുഡ് ബി ദ റേഡിയസ് ഓഫ് നെഗോഷ്യബിൾ ഹൊറിസോണ്ടൽ കർവ്? നമ്മളോട് ആറാ ചോദിച്ചേക്കുന്നത്. ഇത്ര ഡിസ്റ്റൻസ് ഉള്ളത് നമുക്ക് അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എടുക്കാം. എം ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8R. അപ്പൊ എന്താണ്? R എന്ന് പറയുന്നത് എന്ത് വരും? എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8M എന്ന് വരും അല്ലെ? എസ് എത്ര? 80 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു എം എത്ര? 10 എന്ന് വരും. അപ്പൊ ഇത് പോയി 8 ആയി, 8 ക്യാൻസൽ ആയി. അപ്പൊ റേഡിയസ് എത്ര വന്നു? 80 മീറ്റേഴ്സ് എന്ന് വന്നു. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 80 മീറ്റേഴ്സ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ഇഫ് ടേണിംഗ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ടേൺ ചെയ്യുന്ന ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി അല്ലെ ആൽഫ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ്? റേഷ്യോ ചോദിച്ചേക്കുന്നത് എന്തിന്റെ റേഷ്യോ? ലോസ് ഓഫ് tractive force divided by original one. Original one എന്ന് പറഞ്ഞാൽ original force അല്ലെങ്കിൽ tractive force, actual tractive force. Original tractive force അതിന്റെ റേഷ്യോ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ലോസ് ഓഫ് ട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ കർവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒറിജിനൽ ട്രാക്റ്റീവ് ഫോഴ്സ് T ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? നമ്മുടെ കർവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം എന്താണ്? നമ്മുടെ ട്രാക്റ്റീവ് ഫോഴ്സ് T ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? കർവ് റെസിസ്റ്റൻസിന്റെയും ടിയുടെയും റേഷ്യോ ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് എന്ത് വരും? 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും. 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ എത്ര? കോസ് 45 ഡിഗ്രി. കോസ് 45 എന്ന് പറയുമ്പോൾ അറൗണ്ട് 1 മൈനസ് 0.707 എന്ന് വരും. അപ്പൊ എന്താണ്? 0.2927 എന്ന് പറയാം. അല്ലെങ്കിൽ അറൗണ്ട് നമുക്ക് ഇതിനെ 0.3 എന്നും പറയാൻ പറ്റും. ഓപ്ഷനിൽ 0.2927 ഉണ്ട്, അതുകൂടി ഇല്ലെങ്കിൽ എത്ര കൊടുക്കുക? 0.3 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. There is a horizontal curve of radius 360 meters and length is equal to 180 meters. The clearance required from center line of inner side of curve. Okay, the clearance required from center line of inner side of curve so as to provide stopping side distance of 80 meters. Okay, അപ്പൊ എന്താണ്? നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദ ക്ലിയറൻസ് റിക്വയർഡ് ഫ്രം സെന്റർ ലൈൻ ഓഫ് ഇന്നർ സൈഡ് ഓഫ് കർവിൽ നിന്ന് വേണ്ട, അവിടുന്ന് വേണ്ട ക്ലിയറൻസ്, അങ്ങനെ പറഞ്ഞാൽ എന്താ? സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്. സോ ആസ് ടു പ്രൊവൈഡ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓഫ് 80 മീറ്റേഴ്സ് ഈസ്. എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത്? എങ്ങനെയാ നമ്മുടെ ഇക്വേഷൻ? എങ്ങനെയായിരുന്നു? നമ്മൾ ഇത്ര നേരം അപ്രോക്സിമേറ്റ് ഫോമുല അല്ലേ? ഇനിയിപ്പോൾ ശരിക്കുള്ള ഫോമുല, ആക്ച്വൽ ഫോമുല അല്ലെ നമ്മുടെ റാഷണൽ ഫോമുല യൂസ് ചെയ്ത് നോക്കാം. ഏത് ഫോമുല നമ്മൾ യൂസ് ചെയ്യുന്നത്? റാഷണൽ ഫോമുല. അപ്പം നമ്മുടെ കണ്ടീഷൻ നോക്കിയേ, നമ്മൾ ഓരോന്നും എടുത്തെഴുതുക. എന്താണ്?
നമ്മുടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് 80 മീറ്റേഴ്സ് ആയിരുന്നു അല്ലേ, ലെങ്ത് 180 മീറ്റേഴ്സ്. അപ്പൊ എന്താണ് ഇവിടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് ഗ്രേറ്റർ ദാൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലേ, ലെങ്ത് ഗ്രേറ്റർ ദാൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, എമ്മിന്റെ ഇക്വേഷൻ r മൈനസ് ആർ കോസ് ആൽഫ ബൈ 2 എന്നായിരുന്നു അല്ലേ. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. r മൈനസ് ആർ കോസ് ആൽഫ ബൈ 2 ആറും ഒക്കെ നമുക്ക് അറിയാം. ഇവിടെ വേണ്ട എന്താ, ആൽഫ ബൈ 2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആൽഫ ബൈ 2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞേ, എസ് ഈസ് ഈക്വൽ ടു ആർ ആൽഫ എന്ന് ഇക്വേഷൻ എഴുതും. നമ്മൾ എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്നുള്ള നമ്മുടെ ആർക്കിന്റെ ഇക്വേഷനിൽ നിന്നാണ് എസ് ഈസ് ഈക്വൽ ടു ആർ ആൽഫ എന്ന് വന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് ആൽഫ എന്ത് വരും, എസ് ഡിവൈഡഡ് ബൈ ആർ വരും. ആൽഫ ബൈ 2 എന്ത് വരും, എസ് ഡിവൈഡഡ് ബൈ 2 ആർ വരും. അപ്പൊ നമ്മൾ അതിനെ ഡിഗ്രിയിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ 180 ഡിവൈഡഡ് ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ആൽഫ ബൈ 2 എന്ത് വന്നു, 180 ബൈ 2 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എസ് ഡിവൈഡഡ് ബൈ 2r ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ആൽഫ ബൈ 2 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, ആർ മൈനസ് ആർ കോസ് എന്താണ് എസ് ഡിവൈഡഡ് ബൈ 2r ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എങ്ങനെയായി, ആർ എത്ര 360 തന്നിട്ടുണ്ട്, 360 മൈനസ് 360 ഇൻറ്റു കോസ് എസ് എത്ര 80 മീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ എത്ര 360 തന്നെ ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് നോക്കണം. ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 2.219 മീറ്റേഴ്സ് ആണ്. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കണേ. 2.219 മീറ്റേഴ്സ് എന്നാണ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എത്രയാണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കിയേ. There is a horizontal curve of radius 360 meters. ഓക്കെ, റേഡിയസ് 360 മീറ്റേഴ്സ് തന്നെ, ലെങ്ത് എത്രയാണ് 180 മീറ്റേഴ്സ് തന്നെ. ഓക്കെ, the clearance required from center line of inner side of curve so as to provide, നമ്മുടെ സെയിം പ്രോബ്ലം ആണല്ലോ കിടക്കുന്നത്. ഓക്കെ, so as to provide, ഇപ്പൊ ഇവിടെ നമ്മൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓഫ്, ഈ പ്രോബ്ലം ചെറിയൊരു വ്യത്യാസമുണ്ട്, 80 മീറ്റേഴ്സ് എന്നല്ല 250 മീറ്റേഴ്സ് കേട്ടോ. ഇവിടെ 250 മീറ്റേഴ്സ്, ഞാൻ അത് മാറ്റം പറഞ്ഞത്. സെയിം പ്രോബ്ലം തന്നെ, പക്ഷെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓഫ് 250 മീറ്റേഴ്സ് ആയി പ്രോബ്ലത്തിൽ. ഓക്കെ, എന്തായി, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓഫ് 250 മീറ്റേഴ്സ്. അപ്പൊ എസ് എത്രയാണ്, 250 മീറ്റർ ആണ്. അപ്പൊ ഈ കേസ് എന്ത് വരും, എസ് ഗ്രേറ്റർ ദാൻ ലെങ്ത് എൽ വരത്തില്ലേ. എസ് ഗ്രേറ്റർ ദാൻ ലെങ്ത് എൽ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു വന്നത്, ആർ മൈനസ് എന്തായിരുന്നു, ആർ മൈനസ് ആർ കോസ് ആൽഫ ബൈ 2 പ്ലസ് എന്തായിരുന്നു, എസ് മൈനസ് എൽ ബൈ 2 സൈൻ ആൽഫ ബൈ 2 ആയിരുന്നു അല്ലേ. ഇനി മറ്റേത് എസ് ഗ്രേറ്റർ ദാൻ എൽ വരുമ്പോൾ അപ്രോക്സിമേറ്റ് ഫോമിൽ എന്തായിരുന്നു, എൽ ഇൻറ്റു 2s മൈനസ് എൽ അല്ലേ, എൽ ഇൻറ്റു 2s മൈനസ് എൽ ഡിവൈഡഡ് ബൈ 8. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഈക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്, നിങ്ങൾ ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് ആൻസർ ഒന്ന് കണ്ടുവിട്ട് നോക്കണം. അപ്പോൾ സെയിം ആൻസർ ആണോ വരുന്നതെന്നൊന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അത് അപ്രോക്സിമേറ്റിന്റെ ആക്ച്വലിന്റെ വ്യത്യാസം മനസ്സിലാവും, ചെറിയൊരു വേരിയേഷനെ കാണത്തുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്ക് ഈ ഫോമിൽ വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്ത് കണ്ടുപിടിക്കണം, ആൽഫ ബൈ 2 കണ്ടുപിടിക്കണം അല്ലേ. ആൽഫ എങ്ങനെ കണ്ടുപിടിക്കുന്നേ, നമ്മളിവിടെ ലെങ്ത് ലെസ് ദാൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ എന്താ, എൽ എന്ന് പറയുന്നത് എന്ത് വരും, ആർ ഇൻറ്റു ആൽഫ എന്ന് വരും. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് എന്ത് വരും, ആൽഫ എന്ന് പറയുന്നത് എൽ ഡിവൈഡഡ് ബൈ ആർ വരും അല്ലെ. അപ്പൊ ആൽഫ ബൈ 2 എൽ ബൈ 2 ആർ, ആൽഫ ബൈ 2 ഡിഗ്രിയിലാക്കുമ്പോൾ ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ. അപ്പൊ അത്രയും കിട്ടിയില്ലേ. ഇനി അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ഓക്കെ, ഇത് കുറച്ച് വലിയ ഇക്വേഷൻ ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പം എൽ ബൈ 2r എന്ന് പറയുന്ന ആർ എത്ര 360, എൽ എത്ര ആയിരുന്നു 180 മീറ്റേഴ്സ് ആയിരുന്നു അല്ലേ. എൽ 180 മീറ്റേഴ്സ് ആണ്. 180 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 360 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14.32 ഡിഗ്രീസിനാണ് കിട്ടുന്നത്. ഓക്കെ, ഈ 14.32 ഡിഗ്രീസിനെ ആൽഫ ബൈ 2 പകരം ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി, 360 മൈനസ് 360 കോസ് 14.32 പ്ലസ് എന്ത് വരും, പ്ലസ് എസ് എത്ര, എസ് എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് 250 മൈനസ് 180 ഡിവൈഡഡ് ബൈ 2 സൈൻ 14.32. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ എത്ര വരുന്നത്, 19.84 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്, നമ്മുടെ ആൻസർ സി ആണ്. ഓക്കെ, അപ്പം നമ്മൾ
PSCക്ക് വരുമ്പം അത്രയും വലിയ സൈനും കോസും ഒക്കെ നമുക്ക് കാണാൻ പഠിക്കാൻ പാടാണ്, അത്രയും വലിയ ചെയ്യാൻ പാടായിരിക്കും. അപ്പം നിങ്ങൾ അപ്രോക്സിമേറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അടുത്ത് നോക്കിയേ, ഇഫ് ദ ടേണിംഗ് ആംഗിൾ ഇസ് 30 ഡിഗ്രി, നമുക്ക് തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി, വാട്ട് ഈസ് ദ കർവ് റെസിസ്റ്റൻസ്? കർവ് റെസിസ്റ്റൻസ് ചോദിച്ചേക്കുക. ഇഫ് ടി ഈസ് ദ ആക്ച്വൽ ട്രാക്റ്റീവ് ഫോഴ്സ്, ടി ആക്ച്വൽ ട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കർവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ടി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ അല്ലേ? അപ്പം ടി ഇൻറ്റു 1 മൈനസ് കോസ് 30, കോസ് 30 എത്ര വരും? √3/2 അല്ലേ? 1 മൈനസ് √3/2 എന്ന് വരും. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 0.1339. ഓക്കെ, കർവ് റെസിസ്റ്റൻസ് എന്താണ്? 0.1339. അപ്പോൾ ഇവിടെ ടി മിസ്സിംഗ് ആണ്, 0.1339 ടി എന്ന് വരും. ഓക്കെ, അപ്പൊ അടുത്ത ഓപ്ഷൻ എന്താണ്? ബി ആണ്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫാക്ടർ ദാറ്റ് അഫക്ട് ദ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്? എന്തൊക്കെ അഫക്ട് ചെയ്യും? സൈഡ് ഡിസ്റ്റൻസ് അഫക്ട് ചെയ്യുകയോ ചെയ്യും, ലെങ്ത് അഫക്ട് ചെയ്യുകയോ ചെയ്യും, റേഡിയസ് ഓഫ് കർവ് അഫക്ട് ചെയ്യുകയോ ചെയ്യും. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ തന്നെ നോക്കിയാൽ മതി. എം ഈസ് ഈക്വൽ ടു s² ഡിവൈഡഡ് ബൈ 8r, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അഫക്ട് ചെയ്യും. അല്ലെങ്കിൽ മറ്റേ ഇക്വേഷനകത്ത് എന്തായിരുന്നു? ലെങ്ത് ഇൻറ്റു എന്താണ് 2s മൈനസ് l ഡിവൈഡഡ് ബൈ 8r, ഇതിനകത്ത് ലെങ്തും വരുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും അഫക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ദ എബവ്, അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.